ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യം തെളിയാൻ പോവുകയാണ്. ആ ഒരു തെളിഞ്ഞ ഭാഗ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം നമുക്ക് റീഡിങ്ങിലൂടെ. ഇവിടെ ഒരു ജാക്ക് പോട്ടിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ പോവുകയാണ്. അത് സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അവസരമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. അതിലൂടെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു സന്തോഷം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും പടികൾ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇതല്ല എങ്കിൽ ഗ്രോത്തിൻ്റെ ആരോ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുകളിലോട്ട് ആരോ പോകുന്നതായിട്ട്. ഇത് രണ്ടും അല്ല എങ്കിൽ നമ്പേഴ്സ് കാണാൻ സാധിക്കും. അതായത് 1, 2, 3, 4, 5 അല്ലെങ്കിൽ 6, 7, 8, 9, 10 അങ്ങനെ നമ്പേഴ്സ് കാണാൻ സാധിക്കുക. ഇവിടെ ഇനി നിങ്ങൾക്ക് വൈറ്റ് നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ കാണാൻ സാധിക്കും. ചിലപ്പോൾ റിയലായിട്ട് കാണാൻ സാധിക്കും, അല്ല എങ്കിൽ വീഡിയോ ത്രൂ, ഇമേജ് ത്രൂ കാണാൻ സാധിക്കും. ഈ ഒരു വൈറ്റ് നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ കാണാൻ സാധ്യത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കുറവുകളെയും മാറ്റി നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം തരുക. അതായത് നിങ്ങളിനി കുറവുകൾ പറയാൻ പാടില്ല. അതെല്ലാം നികത്തി നിങ്ങളെ നല്ല രീതിയിൽ സെലിബ്രേഷൻ്റെ ആ ഒരു മോഡിലെത്തിക്കുക. അതായത് നമ്മുടെ ഭാഗ്യം ഏതെങ്കിലും രീതിയിൽ ഒരു തുടക്കം കുറിക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതായത് ഭാഗ്യം തുറക്കുകയാണ് എന്ന് നമുക്ക് തന്നെ ചെറുതായിട്ടൊരു ഫീലിംഗ് വരും. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. വീട്ടിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് തോന്നും എൻ്റെ ഭാഗ്യം എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തോന്നൽ ചെറുതായിട്ടെങ്കിലും ഉണ്ടാകും. കയ്യിൽ പൈസ വരും. പൈസയുടെ കുറവുണ്ടാവത്തില്ല. ചെറിയ രീതിയിലായാലും പൈസ കയ്യിൽ വരും. പിന്നെ നമ്മുടെ വർക്ക് നമുക്ക് തോന്നുകയാണ്, ഓഹ് ഈ വർക്ക് തീരാൻ എന്തായാലും കുറേ സമയം എടുക്കും. പക്ഷേ അതിൻ്റെ പകുതി സമയം പോലും എടുക്കത്തില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു സമയം, നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് എന്തോ നല്ല ഒരു കാര്യം പ്രാപ്തമാകണമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങളെപ്പോഴും ചിന്തിക്കും, ദൈവമേ എനിക്കത് സ്വന്തമായെങ്കിൽ എൻ്റെ ജീവിതം ഒന്ന് സ്റ്റേബിൾ ആയേനെ എന്ന്. അപ്പോൾ അങ്ങനെ എന്തോ നല്ല കാര്യം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മനസ്സിൻ്റെ ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 3 നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ 3 ലേഡീസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവിടെയെങ്കിലും പോകുമ്പോൾ 3 ലേഡീസ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് അങ്ങനെ. അപ്പോൾ ചേഞ്ചിന് വേണ്ടി റെഡി ആയിക്കോളൂ. നിങ്ങൾ കുറച്ചൊന്ന് നമ്മളും അതിന് വേണ്ടി റെഡി ആവണം. കാരണം നമ്മൾ നെഗറ്റീവ് ആവാൻ പാടില്ല. എപ്പോഴും പോസിറ്റിവിറ്റി നിലനിർത്തി കൊണ്ടുപോകണം. ഇവിടെ ഒരു ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തോന്നും, ഇതെന്താ ഇങ്ങനൊരു ചേഞ്ച് എനിക്ക് ഉണ്ടാവുന്നത് എന്ന്. പക്ഷെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വലിയൊരു സന്തോഷം തരുന്നതായിട്ട് അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് വളരെ നല്ലതായിട്ട് സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിജയത്തിൻ്റെ ആ ഒരു പടികൾ കയറാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പൈസയുടെ ലാഭം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു ദിവസം നിങ്ങളുടേത് ഇങ്ങനെ ആവാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും ലൈഫിൽ മറക്കത്തില്ല. ആ രീതിയിൽ ഓർമ്മിച്ച് വയ്ക്കുന്ന ഒരു ദിവസമായിട്ട് മാറാൻ പോവുകയാണ്. അതായത് ഡെസ്റ്റിനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വച്ചിരിക്കുകയാണ്. ആ ഒരു ദിവസം എത്തുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വളരെ നല്ലതായിട്ട് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസത്തെ ഓർമ്മിച്ച് വയ്ക്കും. ഇവിടെ കഴിഞ്ഞ ദിവസവും റീഡിങ്ങിൽ വന്നു, അങ്ങനെയുള്ള ഒരു ദിവസം ഉണ്ടാകും. ആ ഒരു ദിവസം നിങ്ങൾ ഡയറിയിൽ നോട്ട് ചെയ്ത് വയ്ക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതേപോലെയാണ് ഇപ്പോഴും റീഡിങ്ങിൽ വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റീഡിങ്ങിൽ ആ മെസ്സേജ് വരത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ഈവൻറ്റ്സ് ക്രിയേറ്റ് ആക്കും ആ ഒരു ഡേറ്റ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കും. എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ആ ഡേറ്റ്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് വേയിലായിരിക്കും അത് നടക്കുന്നത്. ഒരു ശുഭത നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥന ചെയ്യും, ദൈവമേ ഞാൻ അങ്ങയെ ഒത്തിരി കുറ്റപ്പെടുത്തി, പക്ഷേ എന്നിട്ടും അങ്ങ് എനിക്ക് നല്ലത് ചെയ്തു, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഈവൻ്റ് ഉണ്ടാകുമ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ട്. ആ ഒരു വിഷമം കൊണ്ട് നിങ്ങളുടെ കണ്ണുകളിൽ എപ്പോഴും കണ്ണുനീർ വരുന്നുണ്ട്.
അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം, വീർപ്പുമുട്ടൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ പെയിനുണ്ട്. ആ പെയിൻ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തികളോടും നിങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാൻ എത്ര പെയിന് മറ്റുള്ളവരോട് പറഞ്ഞാലും അവർ നിങ്ങളെ മനസ്സിലാക്കത്തില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അതായത് ആരോടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അവർ വീണ്ടും നിങ്ങളെ കളിയാക്കും. അതായത് ഓൾറെഡി പെയിനാണ്, അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും പെയിന് സഹിക്കാൻ എന്നെക്കൊണ്ട് വയ്യ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആരോടൊന്നും പറയാത്തത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു എനർജിയാണ്. അതായത് ദൈവത്തിനോട് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനൊരു എനർജി. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് പോലും വളരെ കുറച്ച് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു സൂചി കുത്തി. ആ സൂചിയുടെ വേദന എന്തെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതേപോലെ നിങ്ങളുടെ വേദന നിങ്ങൾക്ക് അറിയുള്ളൂ, മറ്റൊരാളോട് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരോടും ഷെയർ ചെയ്താതെ നിങ്ങളുടെ ഉള്ളിൽ ആ പെയിനും വെച്ച് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആരുടെയും എമ്പതിക്ക് പാത്രമാവരുത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക. ദുഃഖങ്ങളെല്ലാം ദൈവം തരുന്നതാണ്. നമ്മൾ പോരാടി വിജയിക്കുക. സ്ട്രോങ് ആവുക എപ്പോഴും. അല്ലാതെ എപ്പോഴും കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന സെലിബ്രേഷനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ ഈ ദുഃഖങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ച് കരഞ്ഞ് നിങ്ങളുടെ ആ ഒരു ഹെൽത്തും കൂടെ മോശമാക്കരുത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ലോട്ടറി പോലെ എന്തോ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരാൻ പോകുകയാണ് എന്നാണ്. അതായത് നിങ്ങൾക്കൊരു ജാക്ക് പോട്ട് ലഭിക്കത്തില്ലേ, അതേപോലെ എന്തോ നിങ്ങളുടെ കൂടെ സംഭവിക്കാൻ പോകുകയാണ്. കുറച്ചൊന്ന് ടെൻഷനിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾ. ഇപ്പോഴത്തെ ഊർജം ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ എത്രത്തോളം പോസിറ്റിവിറ്റി നിങ്ങളുടെ മേൽ കൊണ്ടുവരും, അത്രത്തോളം പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കും. ഇനി എപ്പോഴെങ്കിലും മനസ്സൊന്ന് ഉദാസമാകുന്നുണ്ട് എങ്കിൽ 5 മിനിറ്റ് വെറുതെ ഇരിക്കുക. പറ്റുമെങ്കിൽ ഓം മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ചിരിക്കുക. ഇവിടെ നിങ്ങളുടെ കൂടെ വളരെ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഉണ്ടാകും. അതായത് യൂണീക്കായിട്ട് എന്തോ നടക്കും നിങ്ങളുടെ കൂടെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ സ്വയം അത്ഭുതപ്പെട്ടു പോകും, ഇതെന്താ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് എന്ന്. ഇവിടെ എത്ര മോശം സാഹചര്യം നിങ്ങളുടെ കൂടെ വന്നാലും നിങ്ങൾ അവിടെ പ്രതികരിക്കത്തില്ല. നിങ്ങൾ സ്വയം നിങ്ങളെ ബാലൻസിൽ ഇരുത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതെന്താ എൻ്റെ ഊർജ്ജം ഇങ്ങനെയായി മാറിയത്. മുന്നേയൊക്കെ ആരെങ്കിലും എന്നോട് വഴക്കിടാൻ വന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് അവരോട് പ്രതികരിച്ച് ഭയങ്കരമായിട്ട് മോശം വാക്കുകൾ പറയും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നിങ്ങളുടെ ഊർജ്ജത്തിലുണ്ടായ മാറ്റം. കൂടാതെ നിങ്ങളുടെ ബുദ്ധി വളരെ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഊർജ്ജമാണ്. അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തി എത്ര തന്നെ നിങ്ങൾക്കെതിരെ പല ഗൂഢതന്ത്രങ്ങളും രചിച്ചാലും അവർ അവരുടെ തന്നെ ആ ഒരു തന്ത്രങ്ങളിൽ വീണു പോകുന്ന അവസ്ഥ. പക്ഷെ നിങ്ങൾക്കൊന്നും സംഭവിക്കത്തുമില്ല. അങ്ങനെ ഒരു ഊർജ്ജം, അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഊർജ്ജം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയിൽ മാത്രം വിശ്വസിക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും പറയും, ഗണപതി ഭഗവാന് ഒരു ഏലക്ക വച്ചിട്ട് ആ ഒരു ഏലക്ക നിങ്ങൾ കഴിക്കുക. അതിലൂടെ നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും. ഈ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ ദർശനം നിങ്ങൾ ചെയ്യുക, അത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഗീതയിലെ ശ്ലോകങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ഗീത വായിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഭഗവത്ഗീത പിന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ വിജയം കൃഷ്ണ ഭഗവാൻ വരുത്തുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ കൃഷ്ണ ഭഗവാനിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ കൃഷ്ണ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാൻ അനുവദിക്കത്തില്ല, നിങ്ങളെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഭഗവാനെ ദർശനം ചെയ്യുക, അല്ലെങ്കിൽ ഗീത വായിക്കുക, ശ്ലോകങ്ങൾ കേൾക്കുക. ഇവിടെ നിങ്ങൾക്കൊരു പ്രചണ്ഡമായിട്ടുള്ള വിജയം ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ട് വേണം. അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞ ഒരു ഏലക്ക എന്നും ഗണപതി ഭഗവാന് അർപ്പിച്ചിട്ട് അത് കഴിക്കാനായിട്ട് പറഞ്ഞത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചില കാര്യങ്ങളിൽ ന്യായം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാത്തതായിരിക്കാം. ഓരോ വ്യക്തി മുഖേനയോ സിറ്റുവേഷൻ മുഖേനയോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും വരാൻ പോകുന്ന സമയം. അപ്പോൾ ന്യായത്തിൻ്റെ ആ ഒരു ഇത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടായി തുടങ്ങി, ന്യായം സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും നിങ്ങളുടെ കൂടെ ന്യായം സംഭവിച്ചത് ഇതുവരെയും അറിയത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്.
പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് ഈ വ്യക്തി എങ്ങനെയാണോ നിങ്ങളെ ദ്രോഹിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വളരെ മോശം സമയമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ നിങ്ങളെ ദ്രോഹിച്ചു. നിങ്ങൾ വളരെ മോശം അവസ്ഥയിലായിരുന്നിട്ട് പോലും. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് കർമ്മ റിട്ടേൺ ഉണ്ടായിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു കർമ്മമല്ല, ഇനിയും വളരെ മോശമായിട്ടുള്ള കർമ്മ റിട്ടേൺ ഇവർക്ക് കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം അത്രമാത്രമാണ് ഈ വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചത്. ഇവിടെ ഇവർ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രമാത്രം കർമ്മ റിട്ടേൺ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്ന ആ സമയം വരെ ഇവർക്ക് കർമ്മ റിട്ടേൺ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈശോൻ ഇവർക്ക് മാപ്പ് കൊടുക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ലൈഫിൽ ഇവർ തന്നെയായിരിക്കും ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആക്കുന്നത്. കാരണം ഇവരുടെ ആ ഒരു മോശം കർമ്മത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇവരുടെ ലൈഫിൽ ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആകുന്നത്. അതായത് ഒരു ദുഃഖത്തിലിരിക്കുന്ന വ്യക്തിയെ വീണ്ടും ദുഃഖിപ്പിക്കുക, അതായിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ചെയ്തത്. ഫസ്റ്റ് ഇവരുടെ ആ ഒരു ഇമേജിലായിരിക്കും സംസാരം വരുന്നത്. അതായത് ഇവരുടെ ഇമേജ് വളരെ മോശമാണ് എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സംസാരം പുറത്ത് വരും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും എൻ്റെ ഇമേജിനെ കുറിച്ച് ആൾക്കാർ വളരെ മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന്. ഈ വ്യക്തി നിങ്ങളുടെ നേർക്ക് എന്തൊക്കെ ദോഷാരോപണങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ വ്യക്തി റിലേറ്റഡ് ആണ്. ഈ വ്യക്തിയാണ് കള്ളം ചെയ്യുന്നത്, എന്നിട്ട് അതിൻ്റെ ദോഷമെല്ലാം നിങ്ങളുടെ മേലാണ് വയ്ക്കുന്നത്. അതായത് ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബ്ലെയിം നിങ്ങളുടെ മേലാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇവരെന്തൊക്കെ തെറ്റുകളാണോ നിങ്ങളുടെ കൂടെ ചെയ്തത് അതെല്ലാം ഇനി ഓരോന്നായിട്ട് പുറത്ത് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 1 മാസം അല്ലെങ്കിൽ 2 മാസം അതിനുശേഷം ഈ വ്യക്തിയുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാസങ്ങൾ നിങ്ങൾ നോക്കണ്ട, കുറച്ചൊന്ന് നിങ്ങൾ കാത്തിരിക്കൂ, പേഷ്യൻസ് ആയിട്ടിരിക്കൂ. ഈ വ്യക്തി നിങ്ങളോട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ദുഃഖങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇവിടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വ്യക്തി റിലേറ്റഡ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ന്യായം ലഭിച്ചു എന്ന്. ഇവിടെ മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ ന്യായമാണോ സംഭവിച്ചത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വരും. ഇനി എന്ത് ന്യായമാണോ സംഭവിക്കാൻ പോകുന്നത് അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ ആ ഒരു ഇത് നിങ്ങളെ റിലേറ്റഡ് ആയിട്ട് നല്ലതായിട്ടല്ല പോകുന്നത്. എങ്ങനെ നിങ്ങളെ തകർക്കാം, എങ്ങനെ നിങ്ങൾക്ക് വിഷമം തരാം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി വളരെ കള്ളനായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും വേദനിപ്പിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ആൾക്കാർക്ക് ഇതുവരെ അറിയത്തില്ല. ചില ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഇനി എല്ലാവരും ഇവരുടെ ആ ഒരു കള്ളത്തരം മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. എവിടെയാണോ ക്രോസ് ചെയ്യുന്നത് ലിമിറ്റ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, എവിടെ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു അവിടെ നിങ്ങൾ ബൗണ്ടറി സെറ്റാക്കുക. ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, അതായത് എന്തോ തെറ്റ് സംഭവിക്കുകയാണ് എൻ്റെ ലൈഫിൽ എന്ന്. പക്ഷേ നിങ്ങൾക്ക് ആ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ എന്തോ തെറ്റ് സംഭവിക്കുകയാണ് എന്ന്. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് ദൈവമേ എൻ്റെ കൂടെ ഒരു തെറ്റും സംഭവിക്കരുതേ എന്ന്. എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. അതായത് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഏതെങ്കിലും വ്യക്തിയുമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടാകുമോ, എന്തോ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആരുമായിട്ടാണോ ഈ മെസ്സേജ് കണക്റ്റ് ആകുന്നത് അവർക്ക് വേണ്ടിയാണ് ഇത്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മോശം ആൾക്കാർ, നിങ്ങളെക്കുറിച്ച് തെറ്റായത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയാണ് എങ്കിൽ, അതായത് ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ലൈഫ് നല്ലതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയിൽ ഒരു പ്രതീക്ഷ വച്ചിട്ടില്ല. ആ വ്യക്തികൾ നിങ്ങളോട് ചിലപ്പോൾ കള്ളമായിരിക്കും പറയുന്നത്. കാരണം സത്യം പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, എപ്പോഴും കള്ളം മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ആ വ്യക്തികൾ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന്. ആ രീതിയിലുള്ള സ്വഭാവമാണ്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതെ, നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫ് വിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അതൊരു നഷ്ടമല്ല, അത് നിങ്ങൾ ചിന്തിക്കുക. അതൊരു ബ്ലെസ്സിങ് ആണ്. അവർ നിങ്ങളുടെ വഴിയിൽ നിന്ന് പോയല്ലോ എന്നുള്ള ബ്ലെസ്സിങ്. ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വരത്തില്ലല്ലോ.
ഒരു പ്രാവശ്യം കുറച്ച് ഒരു ഭാരമൊക്കെ തോന്നും, പക്ഷേ നിങ്ങൾ അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരിക. ഇവിടെ നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന, നമ്മളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി പോലും മോശം വ്യക്തിയാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വ്യക്തി ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അവർ ആ വഴിയിൽ നിങ്ങളെ തടസ്സങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ വഴിയിൽ. ഇവിടെ നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും ഈ പ്രകൃതി, ഈ ബ്രഹ്മാണ്ടം തന്നെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇവിടെ എല്ലാം നല്ലതായിട്ടേ സംഭവിക്കുള്ളൂ. കൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സീമകൾ ക്രോസ് ചെയ്ത് പോവുക. പിന്നെ ബൗണ്ടറീസ് വയ്ക്കേണ്ടടുത്ത് ബൗണ്ടറീസ് സെറ്റാക്കുക. ഇമോഷണലായിട്ട് കുറച്ച് മാത്രം ഇരിക്കുക, കൂടുതലായിട്ട് ഇമോഷണൽ ആവരുത് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവാതിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറീസ് സെറ്റാക്കുക നിങ്ങൾ. ഇവിടെ ആരിലും ഒരു പ്രതീക്ഷ നിങ്ങൾ വയ്ക്കരുത് എന്നാണ് ഇവിടെ റീഡിങ്ങിൽ പറയുന്നത്. അതായത് മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ട്, ആരോടെങ്കിലും പറഞ്ഞാൽ നേരെയാകും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ പറയും. പക്ഷെ അവർ തിരിച്ച് നിങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വീണ്ടും ദ്രോഹിക്കുക. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനോട് പറയുക, എന്ത് വിഷമമായാലും ദൈവത്തിൻ്റെ മുന്നിൽ പറയുക, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുക. കാരണം ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആരുടെ മുന്നിലും കരയത്തില്ല, ആരുടെ മുന്നിലും അവരുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യത്തില്ല. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കും, എന്നിട്ട് ഈശോനോട് അവരുടെ ആ ഉള്ളു തുറക്കും. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആകുമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത് എളുപ്പമാകും. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആവുക. അപ്പോൾ ആരിലും ഒരു പ്രതീക്ഷ വയ്ക്കരുത്, നാളെ അവർ എന്നെ ഇങ്ങനെ സഹായിക്കും, അവരെൻ്റെ കൂടെ സപ്പോർട്ടായിട്ടിരിക്കും, അങ്ങനെ ഒരിക്കലും ആരിലും ഒരു പ്രതീക്ഷ നിങ്ങൾ വയ്ക്കരുത്. കാരണം മറ്റുള്ളവരിൽ നമ്മൾ പ്രതീക്ഷ വയ്ക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ഡിസപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അതായത് അവർ നമ്മളെ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ആ ഒരു വേദന. അപ്പോൾ നമ്മൾ ആരിലും ഒരു പ്രതീക്ഷയും വയ്ക്കരുത്. ഇവിടെ ദൈവം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരിൽ പ്രതീക്ഷ വയ്ക്കുന്നത്? ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുക. ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും, നിങ്ങളുടെ ലൈഫിൽ നല്ല ആൾക്കാർ വരത്തില്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല ആൾക്കാർ വരുന്നതാണ്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ആൾക്കാർ വരുന്നതാണ്. ഇവിടെ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാവുന്നതായിട്ട്, സേഫ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗോൾഡൻ ടൈം ഒരു വ്യക്തി ജീവിക്കത്തില്ല, അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾഡൻ ടൈം വന്ന് നിങ്ങളുടെ ഭാവി എല്ലാം സുരക്ഷിതമായി നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനിക്ക്. ഇവിടെ ഭാഗ്യം നിങ്ങളെ ജാക്ക്പോട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യെല്ലോ ഓർ വൈറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്കുള്ളതായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ ധരിച്ച് കാണുകയോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ നല്ല സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കോമ്പിനേഷനിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ അങ്ങനെ വസ്ത്രം ധരിക്കുന്നവരെ കാണുന്നതും. അതായത് നിങ്ങളെ കുറച്ചൊന്ന് മഹത്വാകാംക്ഷയാക്കി മാറ്റുക, നിങ്ങളുടെ കഠിനാധ്വാനം കൂട്ടുക, ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ നടക്കുന്നത് വളരെ നല്ലതായിട്ടാണ് നടക്കുന്നത്, പോസിറ്റീവ് വേയിലാണ് നടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വന്തം വായിൽ നിന്ന് ഇങ്ങനൊരു സംസാരമുണ്ടാവും, ഇതെൻ്റെ ഗോൾഡൻ ടൈമാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് നല്ല ഒരു പരിവർത്തനം, ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഒരു നല്ല ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ലാഭവും നിങ്ങളെ വിഷമിപ്പിച്ചവർക്ക് എന്തോ ലോസും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് പ്രാപ്തമാകുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഓറ വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു നെഗറ്റിവിറ്റിക്ക് പോലും നിങ്ങളുടെ ആ ഒരു ഓറയിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഓറയായി നിങ്ങൾ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ യൂണിക്കായിട്ടുള്ള പല ടാലൻറ്റുമുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ചില സ്ഥിതികൾ ഇങ്ങനെയാകും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ യൂണിക് ടാലൻറ്റ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ആ രീതിയിൽ സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ആ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരും. ഇവിടെ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ മോശമായിട്ട് തോന്നും, പക്ഷേ അതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ടുള്ള സോഴ്സസ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് വരുന്നതായിട്ട്, പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന രീതി അതൊക്കെ നിങ്ങൾ കാണുന്നു. അതായത് സോഴ്സസ് ഒത്തിരി വരും, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസും ഉണ്ടാകും.
ഇവിടെ ബിസിനസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ എന്തോ യൂണിക്കായിട്ടുള്ള ടാലൻ്റ് ഉണ്ട്. അത് നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിട്ട് ദൈവം തന്നതാണ്. അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം ചിലപ്പോൾ പോസിറ്റിവിറ്റി സെൻഡ് ചെയ്യുന്ന ഊർജ്ജം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുന്ന ഊർജ്ജമായിരിക്കാം. എന്തോ ഒരു ബ്ലെസ്സിങ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾക്കും നല്ലത് സംഭവിക്കും, മറ്റുള്ളവർക്കും നല്ലത് സംഭവിക്കും. ആ രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ്ങാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ശക്തി ഉണ്ട്. ഓപ്പോസിറ്റിലെ വ്യക്തി ഒന്നും പറയത്തില്ല അവർക്ക് എന്ത് വിഷമമാണെന്ന്. നിങ്ങൾ അവരുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അവരുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ബ്ലെസ്സിങ് ചില ആൾക്കാർക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു ശക്തിയുണ്ട്. അതായത് നിങ്ങൾ പൂജ ചെയ്തിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ട് വരുമ്പോഴോ നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു ശക്തി, എനർജി നിങ്ങൾക്ക് ഫീലാകും. ഇവിടെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വ്യക്തിക്ക് എവിടെയാണ് പെയിന് എന്ന്. അത് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് ആണ് എന്തായാലും. ഇവിടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും മന്ത്രം ഉച്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യുമ്പോഴോ അത് വർക്കാവുന്നുണ്ട്. അതും നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്. ഇവിടെ നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതായത് മനഃപൂർവ്വമായിട്ട് നിങ്ങളോട് ഓരോന്ന് പറഞ്ഞ് നിങ്ങളുടെ വായിലിരിക്കുന്നത് മോശമായിട്ട് നിങ്ങളുടെ വാണിയെ മാറ്റി എടുക്കാൻ വേണ്ടി ഓരോ ആൾക്കാർ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വീണു പോകരുത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജത്തെ ഇൻഡയറക്റ്റ്ലി എങ്ങനെ മോഷ്ടിക്കാം എന്നുള്ള രീതിയിൽ ചില ആൾക്കാരുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിനോട് ഇപ്പോഴേ പ്രാർത്ഥന ചെയ്യുക. നിങ്ങൾ എന്ത് ബ്ലെസ്സിങ് ആണോ ദൈവമേ എനിക്ക് തന്നത് അത് ആരും ദുരുപയോഗം ചെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ആരാണോ എൻ്റെ ഊർജ്ജത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അങ്ങ് അറിയുകയും വേണം, ആ വ്യക്തിയും അറിയണം എന്നുള്ള രീതിയിലും കൂടെ പ്രാർത്ഥന ചെയ്യുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആണോ ദൈവം തന്നത് ആ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ആധാരത്തിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ കൂടെയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു കണ്ണുനീര് സഹിക്കത്തില്ല. ആരൊക്കെ നിങ്ങളോട് മോശം ചെയ്യുന്നു അവർക്കൊക്കെ ഭഗവാൻ ശിക്ഷ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഒന്നും ആലോചിച്ച് വിഷമിക്കരുത്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, ഭഗവാനെ വിശ്വസിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.